ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ഞാൻ ഒരു ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് ഞാൻ അതിനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഈ തിളച്ച വെള്ളത്തിൽ ഇതിനെ ഇട്ടിട്ട് നമ്മളൊരു 4-5 മിനിറ്റ് അതിനെ കുക്ക് ചെയ്യും. അതിൽ കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല. 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല. ഈ അരി വേകുമ്പോൾ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഓലിവ് ഓയിലോ കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏത് വേണമെങ്കിലും ഒഴിക്കാം നമുക്ക്. എന്നിട്ട് നമ്മളതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അത് 4-5 മിനിറ്റോ വെന്ത ശേഷം നമ്മളതിനെ വെള്ളം വാരാനായിട്ട് വെക്കുക. ഇനി നമ്മളൊരു പാൻ എടുത്ത് നന്നായിട്ട് ചൂടാക്കുക. പാൻ ചൂടായ ശേഷം അതിൽ 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഓണിയൻ ഭാഗം മാത്രം ചോപ്പ് ചെയ്തത് അതിന് ചെറുതായി അരിഞ്ഞത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചൈനീസ് കുസിനിൽ സ്പ്രിംഗ് ഓണിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പകരം മല്ലിയിലയോ കരുവേപ്പിൻ്റെ ഇലയോ ഒന്നും ഇട്ടാൽ ശരിയാവില്ല കേട്ടുള്ളൂ. ഇനി നമ്മൾ ക്യാബേജ് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ഡൈസ് ചെയ്ത് വെച്ച ക്യാബേജാണ് ചതുരായിട്ട് മുറിച്ചത്. അതിനെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി. നല്ലോണം കുക്കാകേണ്ട കാര്യമില്ല. ഈ വെജിറ്റബിൾസ് എല്ലാം കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കണം. അങ്ങനെ നല്ലോണം വെന്ത് പോകാൻ പാടില്ല. ഒരു പകുതി മുക്കാൽ വേവായിട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഒരു ചെറിയ കപ്പ് ക്യാരറ്റാണ് ഇടാൻ പോണത്. അതും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. തീ ചുരുക്കാനേ പാടില്ല. ചൈനീസ് കുസിനിൽ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുക നമ്മൾ. അതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമ്മൾ ചെറുതായി മുറിച്ച ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇനി നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം നമുക്ക് പച്ചയോ മഞ്ഞയോ ചുവപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ കളർഫുള്ളാക്കാണെങ്കിൽ നമ്മൾക്ക് 3 കളർ ക്യാപ്സിക്കം കുറേശ്ശെ എടുക്കാം. എൻ്റെ കയ്യിൽ പച്ച ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പച്ചപ്പട്ടാണിയും കൂടെ ഇടണം. ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ അത് റൂം ടെമ്പറേച്ചർ ആയിട്ട് ഇടാൻ പാടുള്ളൂ. അതുകൊണ്ട് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം. ഗ്രീൻ പീസ് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡറാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ഉപയോഗിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കണം. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഒഴിക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൽ നമുക്ക് റൈസ് ആഡ്. ഇതിൽ നമ്മൾ വാർത്ത് വെച്ച ചോറ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ചോറിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉള്ളിത്തണ്ടിൻ്റെ ആ പച്ച ഭാഗം മുറിച്ചതുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ ഇളക്കുക. അരി ഉടയാതെ നമ്മൾ ഇളക്കുക. ഈ വെജിറ്റബിൾസും ചോറും കൂടെ മിക്സ് ചെയ്ത ശേഷം അതിനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളൊരു 3 മിനിറ്റ് അതിൽ തന്നെ വെക്കുക. ഗ്യാസിൽ തന്നെ അടുപ്പിൽ തന്നെ വെക്കുക. ആ പാത്രത്തിൽ തന്നെ വെക്കുക. നമ്മൾ ഉടനെ പാത്രം മാറ്റണ്ട. ചൈനീസ് കുസിനിൽ നമുക്ക് എണ്ണ കുറച്ച് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ല. പച്ചക്കറികൾ കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കണം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഉണ്ടാക്കണം. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഈ ഫ്രൈഡ് റൈസിനെ മാറ്റാം. ലാസ്റ്റ് നമുക്ക് മുകളിൽ സ്പ്രിംഗ് ഓണിയൻ കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യും. താങ്ക് യു. ബൈ.